കൂട്ടുകാരെ, ഷിജൂസ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, ആദ്യം തന്നെ നിങ്ങൾ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി പറയുന്നു. കാരണം കഴിഞ്ഞ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒത്തിരി പേര് നല്ല സപ്പോർട്ടായിരുന്നു. അതുപോലെ എല്ലാ വീഡിയോയ്ക്കും സപ്പോർട്ടാണ്. പിന്നെ ഇന്ന് ഞങ്ങൾ പാചകമായിട്ടല്ല വന്ന, കഴിഞ്ഞ അച്ചുകുട്ടിയുടെ സപ്താഹത്തിന്റെ കാര്യം പറയാൻ വേണ്ടിയാ. അതെ, കഴിഞ്ഞ സപ്താഹ വീഡിയോ ഇട്ടപ്പോൾ ഒത്തിരി പേര് കമന്റിലൂടെ ഒത്തിരി ചോദ്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. അപ്പൊ ഇതെന്താണ് ചടങ്ങെന്ന് അറിയാൻ മേലാത്ത കുറെ കൂട്ടുകാരുണ്ടായിരുന്നു. അതുപോലെ ഈ ചടങ്ങ് നടത്തിയത് അച്ചുകുട്ടിയുടെ അതെ വിവാഹം നടക്കാൻ വേണ്ടി തടസ്സം മാറാനാണോ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ ഒത്തിരി കമന്റ് വന്നു. പക്ഷെ നിങ്ങൾക്കത് അറിയാൻ മേലാഞ്ഞിട്ടാണ് ഇതെന്താണ് കാര്യമെന്ന്. അപ്പം അതിൻ്റെ കാര്യമെന്ന് വെച്ചെന്നാൽ നമ്മുടെ ചേട്ടൻ്റെ ഭാര്യ, അതായത് ചെറുത്തിയുടെ വീട്ടിൽ വെച്ചാണ് ഈ ചടങ്ങ് നടത്തുന്നത്. അവരുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലത്തിലാണ് ചടങ്ങ് നടത്തുന്നത്. അത് ചേടുത്തിയുടെ കൊച്ചിലെ, അതായത് ജ്യോതിയക്കയുടെ കൊച്ചിലെ അച്ഛനും അമ്മയും അക്കേനെ രുക്മിണി ദേവിയായിട്ട് അവിടെ സപ്താഹത്തിന് ഒരു വഴിപാടാണ് കൊടുക്കാമെന്ന് തീരുമാനിച്ചത്. കാരണം ഇവിടെയൊക്കെ സപ്താഹം ഭാഗവത വായന 7 ദിവസത്തെ വായനയിൽ 5-ാമത്തെ ദിവസം രുക്മിണി സ്വയംവരം ചടങ്ങിന് നമ്മൾ അടുത്തൊരു വീട്ടിൽ നിന്നായിരിക്കും ഒരു രുക്മിണി ദേവീനെ ഒരുക്കി കൊണ്ടുപോകണത്. അതെ, ശരണ്യയുടെ അവിടെ ഇങ്ങനെ ഇല്ല. അപ്പൊ ആ ചടങ്ങിന് അന്ന് അക്കയുടെ അച്ഛനും അമ്മയും നേർന്നിട്ട് അത് നടത്താൻ സാധിച്ചില്ല. അങ്ങനെ സാധിക്കാതെ വന്നപ്പോൾ എന്ത് പറ്റി, പെട്ടെന്ന് അക്കയുടെ വിവാഹം നമ്മുടെ ചേട്ടനുമായിട്ടൊക്കെ നടന്ന്. അപ്പോൾ ആ ഒരു വഴിപാട് പെൻഡിങ് ആയി കിടന്നത് അക്കയ്ക്ക് മകളുണ്ടാവുമ്പോൾ മകളെ കൊണ്ട് ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞു. അപ്പൊ അത് നമ്മുടെ അച്ചുകുട്ടിയാ ചെയ്തത്. അതെ, അപ്പൊ അക്കയ്ക്കൊരു പെൺകുഞ്ഞ് ജനിച്ചാൽ നടത്തിക്കൊള്ളാന്ന് അക്ക നേർന്നായിരുന്നു. അപ്പൊ അങ്ങനെയാണ്. അതുകൊണ്ടാണ് പിന്നെ ഒരു കമന്റ് ഇട്ടിരുന്നു, ഇത് കൊച്ചിന്റെ കയ്യിലല്ലേ രുക്മിണി വിഗ്രഹം കൊടുക്കേണ്ടത്. പക്ഷെ അക്ക നേർന്ന ഒരു വഴിപാടായി. അതാ അക്കയുടെ കയ്യിൽ തന്നെ വന്നു. ചിലടത്ത് ഇവിടങ്ങളിൽ അമ്മമാരാണ് വിഗ്രഹം എടുക്കുന്നത്. പക്ഷെ എന്തോ ഇത് അക്ക നേർന്ന വഴിപാടായ പോലെ തന്നെ അക്കയുടെ കയ്യിലാണ് ആ വിഗ്രഹം കിട്ടിയത്. അപ്പൊ അങ്ങനെ ആ ചടങ്ങൊക്കെ നല്ല ഗംഭീരമായിട്ട് നടത്താൻ സാധിച്ചു. ഞങ്ങൾ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ അത് ഗംഭീരമായിട്ട് സാധിച്ചു. കാരണം തലേ ദിവസമൊക്കെ എന്ന് വെച്ചാൽ എന്നോ മഴയായിരുന്നു. ഞങ്ങളൊക്കെ ടെൻഷൻ അടിച്ച് നല്ല അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, അവിടെയൊക്കെ പന്തലി വരെ വെള്ളമായിരുന്നു. അതെ അതെ, അപ്പൊ എന്നാലും അത് നമ്മുടെ ദൈവഭാഗ്യം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ കൊണ്ട് നല്ല മംഗളമായിട്ട് നടന്ന്. അപ്പൊ അതൊക്കെയാണ് ഇതിലെ ഒരു സംശയം വന്നത്. പിന്നെ ഈ ചടങ്ങ് നടത്തിയെന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും കൂടി നടത്തിയതാണ്. വീട്ടുകാരെല്ലാരും കൂടിയാണ് ഈ ചടങ്ങ് നടത്തിയത്. പിന്നെന്ന് വെച്ചാൽ ഇവിടെ അന്ന് വെള്ളം നിന്നതിന്റെ വീഡിയോ ഇട്ടപ്പോൾ എല്ലാരും പറഞ്ഞ പോലെ ഒത്തിരി. പക്ഷെ ആ ഒരു ദിവസം വെള്ളം നിന്നേച്ച് പിറ്റേ ദിവസം വീണ്ടും പറ്റി ഉണങ്ങി നല്ല മിറ്റമായിട്ടുണ്ട്. ഒറ്റൊരു ദിവസമേ വെള്ളം നിന്നുള്ളു. അപ്പൊ മഴ പെയ്യുമ്പോ നമ്മുടെ മിറ്റത്ത് എപ്പോഴും വെള്ളം നിൽക്കുന്ന ഇതിന്റെ മുമ്പത്തെ വീഡിയോയ്ക്കും ഉണ്ട് വെള്ളം നിൽക്കുന്നത്. അതെ, പിന്നെ അതുകൂടാതെ നമ്മുടെ ചടങ്ങ് കഴിഞ്ഞെങ്കിലും ഇനി ഒരു നല്ലൊരു ദിവസം കൂടി ഉണ്ട്. എന്താണ് 10-ാം തീയതി? 10-ാം തീയതി എന്റെ പിറന്നാള്. ഈ 10-ാം തീയതി വെള്ളിയാഴ്ച പിറന്നാളാണ് ശരണ്യയുടെ. അപ്പൊ അതുകൂടി നിങ്ങളോട് സന്തോഷത്തോടു കൂടി പറയുന്നു. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾക്കും സുഖം തന്നെ. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാൻ മറന്നുപോയി, നമ്മുടെ കൂട്ടുകാരൊക്കെ എല്ലാരും സേഫ് അല്ലേ? കാരണം വയനാടൊക്കെ ആ ദുരന്തമൊക്കെ കേട്ടപ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് തോന്നി. കുറെ പേരെ നമ്മൾ വിളിച്ചു. അതെ, ഞങ്ങൾ അറിയാവുന്ന കുറച്ച് നമ്പറിലൊക്കെ വിളിച്ചു. എല്ലാ നമ്പരും ഒന്നും സേവ് ചെയ്തിട്ടില്ല. അപ്പൊ എന്നാലും നിങ്ങളെല്ലാരും സുരക്ഷിതരല്ലേ? അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. കാരണം ഇത് കമന്റിലൂടെ ഒത്തിരി പേരോട് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ഫുള്ള് കമന്റിൽ എങ്ങനെ എഴുതി വിടുമെന്ന് ഓർത്താണ് ഈ ഒരു വീഡിയോയായിട്ട് ചെയ്തത്. അതുപോലെ ശരണ്യ ഒരുങ്ങിയതിനൊക്കെ എല്ലാരും നല്ലതാണെന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. അപ്പൊ ഞങ്ങൾ നല്ലൊരു പാചക വീഡിയോ നാളെ നിങ്ങളുടെ മുന്നിൽ. അതുപോലെ ഇന്നത്തെ വീഡിയോയിൽ അച്ഛനും അമ്മയും ഇല്ല. അച്ഛന്റെ കാരണം
അച്ഛനിവിടെ ഇല്ല, അമ്മയുടെ ഉണ്ട്. അതെ, അച്ഛനും മണ്ണാഞ്ചേരി വരെ പോയേക്കുക. അച്ഛനും കണ്ണപ്പനും കൂടി പോയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഇത്ര പേരില്. അപ്പൊ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കണം. അപ്പൊ അടുത്ത നല്ലൊരു പാചക വീഡിയോയ്ക്ക് വേണ്ടവരെ ബൈ.